ടോപ്പിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. നല്ല ചൂടല്ലേ? ഏതായാലും ഈ ചൂടിൽ മരം ഉണ്ടായതൊരു ആശ്വാസമല്ലേ? തണൽ മരം കൂടി ഇല്ലെങ്കിൽ പണി പാളി തന്നെ. ചൂടത്തൊക്കെ വരുമ്പോഴേ നമുക്കൊരു സമാധാനത്തോടെ ഒന്ന് ഇരിക്കാനൊക്കെ പറ്റും. ഏതായാലും ഇത് നട്ടത് ആരാണെങ്കിലും നല്ലൊരു കാര്യമാണല്ലേ. നമുക്ക് ഏതായാലും ഇത് വച്ച ഈ അറ്റപ്പുര ഉണ്ടല്ലോ, ഈ വച്ച ഒരാളൊന്ന് പോയി കാണാൻ. വാ, നമ്മളത് തെരഞ്ഞു വന്ന ആൾ ഇവിടെയുണ്ട്, അയ്യപ്പൻ. അദ്ദേഹം ഇവിടെയൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സാറേ, തിരക്കിലാണോ? തിരക്കിലല്ല, ചെറിയ പണി. ഇതിപ്പോ 2 മാസം മുന്നേ നമ്മള് ഒക്കെ വൃത്തിയാക്കി പോയതാണല്ലോ. അപ്പോഴത്തേന് കണ്ടില്ലേ, ഇതാണോ ഇവിടെ. ഇപ്പം നമ്മൾ വൃത്തിയാക്കണോ ആളുകൾ കൊണ്ടുപോയിടുന്നു. നമ്മുടെ മലയാളിയുടെ ശരിക്കുള്ള ശുചിത്വ ബോധം. കാരണം എന്താ വെച്ചാൽ പൊതുസ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തും വലിച്ചെറിയാനുള്ള ഒരു സ്ഥലമാണെന്നുള്ളൊരു ബോധ്യമാണ്. കാരണം അതിൻ്റെ ഇതാണ് ഇവിടെയൊക്കെ കാണുന്നത്. മുതൽ 2020 വരെ, 2020 ഞാനിവിടുന്ന് പ്രൊമോഷനായിട്ട് പോകുന്നത് കുന്നംകുളം നഗരസഭയിലേക്ക്. അതുവരെ നമ്മൾ പിന്നെ കുന്നംകുളം നഗരസഭയിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ഹോളിഡേയ്സിന് ഇപ്പോൾ മാസത്തിൽ ഒരിക്കലും ആ വീട്ടിൽ വരൽ ഹോളിഡേയ്സ് കണക്കാക്കിയിട്ട് ആ ഹോളിഡേയ്സിൽ വന്നിട്ട് ഇവിടെയൊക്കെ പ്ലാസ്റ്റിക് ഇപ്പോൾ കണ്ടില്ലേ, ഗോവലൊക്കെ കണ്ടില്ലേ, ഇതിപ്പോൾ ഇവിടെ കംപ്ലീറ്റ് പ്ലാസ്റ്റിക്കാണ്. ഈ പ്ലാസ്റ്റിക് പെറുക്കലും അതേമാതിരി അടിക്കാട് വെട്ടാണ്ടാവും. അപ്പോൾ അതിൻ്റെ പരിപാലനമൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തു വരുന്നത്. അച്ഛനും അമ്മയൊക്കെ കർഷക തൊഴിലാളികളായിരുന്നു. ആ കുടുംബത്തിന് എന്തായാലും മണ്ണിനോടൊരു സ്നേഹവും ആദരവൊക്കെ ഉണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും. അപ്പോൾ പിന്നെ നമ്മൾ സ്കൂളിൽ നമ്മൾ കോളേജിലൊക്കെ എത്തുമ്പോൾ നമ്മുടെ പരിസ്ഥിതി സംരക്ഷണം എന്താണ്, പരിസ്ഥിതി ഡിസോർഡർ ആകുമ്പോൾ നമ്മുടെ ജീവലോകത്തിന് വരുന്ന ഡാമേജ് അതൊക്കെ നമ്മൾ പിന്നെ വലിയ ക്ലാസ്സിലേക്കൊക്കെ എത്തിയപ്പോൾ അതിൻ്റെ ശരിക്കുള്ള പിന്നെ തീവ്രത മനസ്സിലായി. പിന്നെ അതിൻ്റെ പരിചരണം മറ്റു കാര്യങ്ങളൊക്കെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യും. പിന്നെ നമ്മൾ ചില സമയത്ത് നമുക്ക് സ്പോൺസറിങ്ങിനൊന്നും ആളെ കിട്ടിയെന്ന് വരില്ല. ആ സമയത്ത് നമ്മൾ നമ്മുടെ PF ലോൺ എടുക്കും, ഇതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും. 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് നമ്മുടെ സമൂഹത്തിന് വേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിക്കാൻ പറ്റുമോ എന്നുള്ള ആ ചിന്തയിൽ നിന്നാണ് എനിക്കിഷ്ടപ്പെട്ട ഒരു മേഖലയിലേക്ക് ഞാൻ വന്നത്. മരം ജീവവായുവാണ്, വെള്ളമാണ്, ഭക്ഷണമാണ്, ഔഷധമാണ്, വസ്ത്രമാണ്, ധനമാണ്. AB മുകേഷിനൊപ്പം ഗൂഗിൾ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.